ഹലോ ചങ്ങകളെ, ഞാൻ നിങ്ങളെ സ്വന്തം ആൾക്കാർ റഹീമ കൊച്ചു. തൊപ്പിയൊക്കെ വെച്ചത് എങ്ങനെയുണ്ട്, കൊള്ളാവോ? അപ്പൊ എല്ലാവരും ക്രിസ്മസ് ആഘോഷത്തിന്റെ തിരക്കിലാണ്. പുൽക്കൂടൊക്കെ ഉണ്ടാക്കി, നല്ല ക്രിസ്മസ് ട്രീ ഒക്കെ ഉണ്ടാക്കി എല്ലാവരും വളരെ ഹാപ്പി ആയിട്ട് വിൽക്കിയിരിക്കുള്ളൂ. ഉണ്ണീശോന്റെ പിറവി കാണാൻ വേണ്ടിക്കുള്ള ഒരു എക്സൈറ്റ്മെന്റിലാണ് എല്ലാവരും. അപ്പൊ എല്ലായിടത്തും ആഘോഷമാണ്. അപ്പൊ നമ്മുടെ ഇവിടെയും ആഘോഷം തന്നെയാണ്. അപ്പൊ ഞാനും എന്റെ ഏഞ്ചൽസൊക്കെ റെഡി ആയിട്ടിരിക്കണ്ട. അത് വേറെ ഒന്നിനല്ല, നമ്മളിങ്ങനെ ഇവിടെ തൊട്ടടുത്തുള്ള പള്ളികളിലൊക്കെ നല്ല അടിപൊളി പുൽക്കൂടൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ കാണാൻ വേണ്ടി പോകാൻ വേണ്ടിക്ക് ഞങ്ങൾ റെഡി ആയിട്ട് നിൽക്കുകയാണ്. എല്ലാ കൊല്ലം പോവാറുണ്ട്. അപ്പൊ അതിനൊക്കെ വേണ്ടിക്ക് നിൽക്കുകയാണ് ഞങ്ങള്. പിന്നെ ഇവിടെ നമ്മുടെ വീടിന്റെ തൊട്ടടുത്താണ് ഐരാണിക്കുളം അമ്പലം. അപ്പൊ അവിടെ ഈ സമയത്താണ് ഉത്സവം കേട്ടോ. അപ്പൊ ഈ കൊല്ലം നേരത്തെ ഉത്സവം വന്നേക്കണം. അപ്പൊ അത് കാരണം അങ്ങോട്ടേക്ക് മുന്ന് പോകണം. അപ്പൊ അവിടെ കാർത്തിക വിളക്കാണ്. അപ്പൊ കാർത്തിക വിളക്ക് എല്ലാ കൊല്ലം കാർത്തിക വിളക്ക് ഞാനും മക്കളും കത്തിക്കാറുണ്ട്. അപ്പൊ ഈ കൊല്ലം ഞങ്ങൾ അങ്ങോട്ടേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് ഞങ്ങൾ എല്ലാവരും റെഡി ആയിട്ടിരിക്കുന്നത്. പൊന്നു, പപ്പി, പമ്മു, കമോൺ. അവര് റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. ഞങ്ങൾ ഒരുപോലത്തെ ഡ്രസ്സാണ് എല്ലാവരും. പൊന്നു വാ, പപ്പി വാ, പമ്മു എല്ലാവരും വാ. അപ്പൊ ഞാനിവിടെ പുൽക്കൂട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാനെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ഏഞ്ചൽസ് ഉണ്ടാക്കിയതാണ് പുൽക്കൂട്. ചെറിയൊരു പുൽക്കൂട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നമുക്കൊന്ന് കാണാം. ഇതെന്റെ പൊന്നുകുട്ടി പൊന്നൂസ്. ഇവളാണ് പുൽക്കൂടൊക്കെ ഉണ്ടാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്ത്. രാവിലെ തന്നെ വെയിലത്തൊക്കെ ഇരുന്നുകൊണ്ടൊക്കെ ചെറിയൊരു കിണറൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അടിപൊളിയായിട്ട്. കുഞ്ഞിത് കാണാൻ വലിയ ഭംഗിയൊന്നും കുഴപ്പമില്ല. പമ്മൂസ്, മൈ ഫസ്റ്റ് ഏഞ്ചൽ, സെക്കൻഡ് ഏഞ്ചൽ. പപ്പി എവിടെ? കമോൺ. അവള് റെഡി ആവണുള്ളൂ. അപ്പൊ നമുക്ക് പുൽക്കൂട ഉണ്ടല്ലോ അപ്പോഴേക്കും അവളൊരു പൊഴിക്കും. വാ. അപ്പൊ ചങ്കളെ, നമ്മുടെ പുൽക്കൂട് ഇവിടെ സെറ്റാണ്. നോക്കാം പുൽക്കൂട് എങ്ങനെയുണ്ടെന്ന്. കുഞ്ഞു പുൽക്കൂടാണ് കേട്ടാ. ഉണ്ണീശോനെ വെച്ചിട്ടില്ല കേട്ടോ. ഉണ്ണീശോനെ രാത്രിയിലേ വെക്കുള്ളൂ. ചെറിയൊരു കിണറൊക്കെ ഉണ്ട്. കിണറുണ്ട്, വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ കിണറ്റില്. രാത്രി ആകുമ്പോൾ നല്ല ലൈറ്റൊക്കെ ഉണ്ടാവും കേട്ടോ. ലൈറ്റുള്ളത് ഇതിനൊപ്പം ഞാൻ ഇടാം. അപ്പൊ രാജാക്കന്മാരൊക്കെ തയ്യാറായിട്ട് നിൽക്കുന്നു. ഇവിടെ ആട്ടിടയന്മാരും ആട്ടുംപറ്റങ്ങള്, കുതിര എല്ലാം ഉണ്ട്. അപ്പൊ എങ്ങനെയുണ്ട് നമ്മുടെ പുൽക്കൂട്? കൊള്ളാവോ? കുഞ്ഞൊരു പുൽക്കൂട് അടിപൊളിയല്ലേ? അപ്പൊ നമ്മ സിംബയ്ക്ക് ഉണ്ട് തൊപ്പി. സിംബയ്ക്ക് തൊപ്പി ചെടി. സിംബ തൊപ്പി 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 കണ്ടാ? സിംബയ്ക്ക് തൊപ്പി ഉണ്ടോ? സിംബാദിക്ക്. അപ്പൊ സിംബയ്ക്ക് തൊപ്പി ഉണ്ട്. ഹാപ്പി ക്രിസ്മസ്. ഇതെന്റെ പൂച്ചക്കുട്ടി സിംബ എന്നാണ് പേര്. ഞങ്ങളുടെ സിംബക്കുട്ടിയാണ്. ഭയങ്കര കുറുമ്പട്ട. കെട്ടിട്ടേക്ക് ഇരുന്ന് അഴിച്ചു വിട്ട് ഞാൻ അപ്പം ഇറങ്ങി ഓടും. കണ്ട സിംബയ്ക്ക് ഹാപ്പി ക്രിസ്മസ്. പൊന്നാടി ചക്കര കുട്ടി, നമ്മുടെ തക്കട കുട്ടി. വെക്കണില്ലടി. കുറുമ്പൻ പപ്പി. അപ്പൊ എന്റെ പപ്പിക്കുട്ടി, എന്റെ മൂന്നാമത്തെ ഏഞ്ചൽ പപ്പിക്കുട്ടി. അത് വെക്കണ്ടില്ല. വാ. അപ്പൊ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. എന്റെയും എന്റെ ഏഞ്ചൽസിന്റെയും ഹാപ്പി ക്രിസ്മസ്. അപ്പൊ ഞങ്ങള് ക്രിസ്മസിന്റെ പുൽക്കൂടുകളൊക്കെ കാണാൻ പോവണല്ലേ. അപ്പൊ ഹാപ്പി ക്രിസ്മസ് പറഞ്ഞ. ഹാപ്പി ക്രിസ്മസ്. ശരിക്കും പറ. ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്. ഇങ്ങനെ കൈ മുഖം കാണില്ല. മുഖം കാണിക്കാം. ഓക്കെ പറ. ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്. അപ്പൊ പ്രിയപ്പെട്ട എല്ലാ ചങ്ങകൾക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ. അപ്പൊ എല്ലാവരും ക്രിസ്മസ് ആഘോഷിച്ച് എല്ലാവരും അടിച്ചു പൊളിച്ച് ആഘോഷിക്കുക. അപ്പൊ ഞങ്ങളും ആഘോഷിക്കാനായിട്ട് പോവുകയാണ്. അപ്പൊ എന്റെ പുൽക്കൂടൊക്കെ കണ്ടില്ലേ? പുൽക്കൂടൊക്കെ ചെറിയതാണെങ്കിലും കാണാനൊക്കെ തലക്കെട്ടാനൊക്കെ തോന്നണല്ലേ. അപ്പൊ ഇവളിട്ട പുൽക്കൂട് ഉണ്ടാക്കിയാണ്. പിന്നെ എന്റെ മോള് ഹെൽപ്പ് ചെയ്തില്ലേ? മുന്നേ ഹെൽപ്പ് ചെയ്തില്ലേ? അപ്പൊ ഇതാണ് ഞങ്ങളുടെ ഏഞ്ചൽസ് ഹിവൻ. എന്റെ ഏഞ്ചൽസ് ഹിവൻ ആണിത്. അപ്പൊ ഇനി നിർത്താലേ?
അല്ലെങ്കിൽ ഇനി ഇപ്പൊ കല്ലെടുത്ത് നോക്കുമ്പോൾ നമുക്ക് പരിപാടി ക്ലോസ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഞങ്ങള് ആദ്യം ഞങ്ങൾ ഐരാണിക്കുളം അമ്പലത്തിലേക്കാണ് പോണത്. അവിടെ ഇന്ന് കാർത്തിക ദീപമാണ്. അപ്പൊ അവിടെ പോയി വിളക്ക് വെക്കണം. എല്ലാ കൊല്ലം ഞങ്ങൾ വെക്കാറുള്ളൂ, വിളക്ക് കാർത്തിക എത്തിക്കാറുള്ളതാണ്. അപ്പൊ ഇനി നേരെ അങ്ങോട്ടേക്കാണ് കേട്ടാ പോണത്. അപ്പൊ ഓക്കെ ചങ്കളെ ടാറ്റാ ബൈ ബൈ. സിംബ ടാറ്റന് എന്താ പൊടിയടി അതിന്റെ വള്ളി വിട്ടിട്.